CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വിവാദങ്ങൾക്കൊടുവിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന കുന്നംകുളം നഗരത്തിലെ കെട്ടിടം പൊളിച്ചുമാറ്റൽ ആരംഭിച്ചു. പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ എൽ ഷേപ്പ് കെട്ടിടത്തിനോട് ചേർന്ന് അപകട ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്തിരുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് പൊളിച്ചു നീക്കാൻ ആരംഭിച്ചത്. മഹാകവി നാലപ്പാട്ട് നാരായണ മേനോന്റെ 137ാമത് ജന്മദിനാഘോഷവും പുരസ്കാര സമർപ്പണവും ഒക്ടോബർ 7 തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് കുന്നത്തൂർമന ആയുർവേദ ഹെറിറ്റേജ് ഹാളിൽ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് പണിക്ക വീട്ടിൽ മൊയ്തുട്ടി മകൻ മുഹസിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ആൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ നാഷണൽ ഹൈവേയുടെ പേരിൽ മണ്ണെടുക്കാൻ വന്ന സ്വകാര്യ വാഹനം സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. എടപ്പാൾ പൊന്നാനി റോഡിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് 8,90,000 രൂപ തട്ടിയ കേസിൽ ഒരാൾ പിടിയിൽ. പാലക്കാട് തൃത്താല കക്കാട്ടിരി സ്വദേശി ഷിഹാബിനെയാണ് ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. നൃത്ത സംഗീതോത്സവം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർക്കുളം മന്നലാങ്ങുന്ന വെട്ടിപ്പുഴയിൽ സൈക്കിളിൽ ഓട്ടോറിക്ഷയിടിച്ച് അപകടം. സൈക്കിൾ യാത്രികന് പരിക്കേറ്റു. എടക്കര മിനി സെന്റർ സ്വദേശി മത്രംകോട്ട് മൊയ്തുവിനാണ് പരിക്കേറ്റത്. ഇടിച്ച ഓട്ടോറിക്ഷ നിർത്താതെ പോയി. പുന്നയൂർക്കുളം പരൂർ കോൾപ്പടവിൽ സ്ഥാപിച്ച സബ്മെർസിബിൾ പമ്പ് സെറ്റ് നശിപ്പിക്കാൻ ശ്രമം. ഉപ്പുങ്ങൽ കടവത്ത് സ്ഥാപിച്ച പമ്പ് സെറ്റാണ് നശിപ്പിക്കാൻ ശ്രമമുണ്ടായത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച 4ാം വാർഡിലെ പടിഞ്ഞാറേനട റോഡിന്റെ ഉദ്ഘാടനം നടന്നു. കൊച്ചന്നൂർ പൂമുഖം സാംസ്കാരിക നിലയം നാടിന് സമർപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വായനശാലയുടെ ഉദ്ഘാടനം എഴുത്തുകാരനായ VK ശ്രീരാമനും കോൺഫറൻസ് റൂമിന്റെ ഉദ്ഘാടനം പ്രൊഫസർ സുനിൽ P ഇളയിടവും നിർവഹിച്ചു. ഹരിതകർമ്മസേന വാതിൽപ്പടി ശേഖരണത്തിൽ മികവ് തെളിയിച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം വടക്കേക്കാട് പഞ്ചായത്തിന്. റവന്യൂ മന്ത്രി K രാജനിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ പുരസ്കാരം ഏറ്റുവാങ്ങി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രവും പരിസരവും വൃത്തിയാക്കി ആരോഗ്യ ശൃംഖല തീർത്തു. എലിയങ്ങാട്ട് ചിറയ്ക്ക് പുതുജീവൻ നൽകാൻ കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ മുന്നിട്ടിറങ്ങി. ഒപ്പം നാട്ടുകാരും പഞ്ചായത്തും കൈകോർത്തതോടെ ചിറയ്ക്ക് ശാപമോക്ഷമാവുകയാണ്. വയനാട് ദുരന്തബാധിതർക്കായി ഗുരുവായൂർ ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,11,111 രൂപ നൽകി. ചങ്ങരംകുളം കാണി ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മംഗലത്തേരി നാരായണൻ നമ്പൂതിരിയുടെ അനുസ്മരണവും ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം മത്സരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളുടെ പ്രദർശനവും പുരസ്കാര വിതരണവും ഒക്ടോബർ 6 നടക്കും. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ നല്ല കാർഷിക സമ്പ്രദായം 2024-25 പദ്ധതിയുടെ പരിശീലനം നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്ന ഇലക്ട്രിക് വാഹനത്തിന്റെ കൈമാറ്റം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. പുന്നയൂർക്കുളം അണ്ടത്തോട് GMLP സ്കൂൾ കലോത്സവം വർണ്ണാഭമായി. വാർഡ് മെമ്പർ PS അലി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ദിശ എക്സ്പോ 2024 വെള്ളിയാഴ്ച തുടക്കമാകും. എക്സ്പോയിൽ മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളും പങ്കെടുക്കും. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ DYFI നേതാവും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന CU സനൂപിന്റെ 4ാം രക്തസാക്ഷി ദിനാചരണം വെള്ളിയാഴ്ച നടക്കും. അന്തരിച്ച കോൺഗ്രസ് നേതാവ് എരുമപ്പെട്ടി കുന്നത്തേരി താണിക്കൽ ഷാജുവിന്റെ സ്മരണാർത്ഥം യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ മേള സംഘടിപ്പിച്ചു. പോർക്കുളം കുടുംബശ്രീ CDS കുട്ടികൾക്കായി ബാലസഭ ബാലസദസ്സ് നടത്തി. വേലൂർ വെങ്ങിരിശ്ശേരി മണിമലർക്കാവ് ദേവി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ചാവക്കാട് ബ്ലാങ്ങാട് PVM ALP സ്കൂളിൽ ADS 4ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലസദസ്സ് സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.